Hello friends, welcome to SAT Crash Course. നമ്മൾ ക്രാഷ് കോഴ്സ് തുടങ്ങിയത് കണ്ടിന്യൂ ചെയ്യുകയാണ്. അപ്പോൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഒരുക്കം വർക്ക്ഷീറ്റ് 2 ആണ്. പിന്നെ ഇതുപോലെ തന്നെ നമ്മൾ ഫിസിക്സ് കെമിസ്ട്രിയുടെ ക്രാഷ് കോഴ്സ് ജനുവരി 16 മുതൽ 30 വരെയുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. വർക്ക്ഷീറ്റ് 2 ഡേ 3 ഒരുക്കം വർക്ക്ഷീറ്റ് 2 പാർട്ട് 9. First question, write the sequence of the perimeters of the equilateral triangle having sides 1 cm, 2 cm and 3 cm. Write the sequence of the area, write the sequence of angle sum. എന്താണ് ചോദ്യം? Write the sequence of the perimeter of the equilateral triangle having side 1 cm, 2 cm and 3 cm. ഒരു സമഭുജ ത്രികോണം. എന്താണ് സമഭുജ ത്രികോണം? equilateral triangle എല്ലാ വശവും സെയിം ആയിട്ടുള്ള ട്രയാങ്കിൾ ആണ് സമഭുജ ത്രികോണം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 1 1 1 ആണെന്ന് വിചാരിക്കും. എങ്കിൽ അതിന്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എല്ലാ വശവും കൂടി കൂടുന്നതാണ്. ദാറ്റ് ഈസ് 3 into 1 is equal to എന്താണ് 3. സോ ദ പെരിമീറ്ററിന്റെ സീക്വൻസ് 3. ഇത് 2 ആണെങ്കിലോ 2 ആണെങ്കിൽ that is equal to 3 into 2. 3 into 2 is equal to എന്താണ് 6. So this is 6. 3 ആണെങ്കിൽ 3 into 3 that is 9. So this is the sequence 3 6 9. Write the sequence of area. ഇനി ഏരിയയുടെ അതായത് ഇതിന്റെ വിസ്തീർണത്തിന്റെ സമവാക്യം നമ്മളോട് എഴുതാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏരിയ കാണാനുള്ള സമവാക്യം നമ്മൾ അറിയണം. ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് √3 into a square സൈഡിന്റെ സ്ക്വയർ ഡിവൈഡ് ബൈ 4 ആണ്. √3 into a square by 4 എന്ന് പറഞ്ഞ വശമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ വശമാണെങ്കിൽ if a സമം 1 is equal to √3 into 1 square by 4, that is √3 by 4 only. √3 by 4. Okay, clear? ഇനി a സമം 2 ആണെന്ന് വിചാരിക്കുക. സപ്പോസ് a സമം 2, then it is equal to √3 into 2 square by 4. So here 2 square എന്ന് പറഞ്ഞാൽ 4 ആണ്. 4 get cancelled. The answer is only √3. If a സമം 3, the answer is √3 into 3 square by 4. So it is equal to 9. 3 square is equal to 9. So 9 √3 by 4. അവിടെ നമുക്കൊന്നും ചെയ്യാനില്ല, കാരണം 9 4 വെട്ടിപ്പോവില്ല. So this is one of the answer, and one answer is √3 and another answer is √3 by 4. So the answer is answer നമ്മൾ എങ്ങനെ എഴുതും? Answer is equal to ഒന്ന് √3 by 4, പിന്നെ രണ്ടാമത്തേത് √3, മൂന്നാമത്തേത് 9 √3 divided by 4. Clear? Okay. And in the third question, write the sequence of angle sum. ഇതിന്റെ angle sum, ഇതിന്റെ ആംഗിളുകൾ കൂട്ടിയാൽ കിട്ടുന്ന ഇത് എത്രയാണ്? 180 ഡിഗ്രി ആണ്. അതിപ്പോൾ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ കുറേ എണ്ണം എഴുതിയാൽ എല്ലാത്തിൻ്റെയും ആംഗിൾ എന്താണ്? 180 തന്നെയാണ്. സോ ദ ആൻസർ ഈസ് 180. So the answer is 180 ഫസ്റ്റത്തെ ട്രയാങ്കിളിൻ്റെ. സെക്കൻഡ് 2 സെൻറ്റിമീറ്റർ ആണെങ്കിലും ആംഗിളിന് വ്യത്യാസമില്ല. ഇപ്പോൾ 180 ആ സീക്വൻസ് 180 വെച്ച് തന്നെയാണ് കൂടി പോകുന്നത്. 180 തന്നെയാണ്, കാരണം ട്രയാങ്കിളിൻ്റെ ആംഗിൾസ് മാറുന്നില്ല. ഓക്കെ. ആൻഡ് ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ സീക്വൻസ് ഓഫ് നമ്പേഴ്സ് വിച്ച് ലീവ്സ് ദ റിമൈൻഡർ 3 ഓൺ ഡിവൈഡിങ് ബൈ 5 and 10. ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. 5 കൊണ്ടും 10 കൊണ്ടും ഹരിക്കാൻ പറ്റുന്ന സംഖ്യകൾ ഏതാണെന്ന് നമ്മൾ കണ്ടെത്തണം. 5 കൊണ്ട് 10 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന സംഖ്യകളുടെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇപ്പോൾ 5ഉം 3ഉം നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ 8 കിട്ടും. ഓക്കെ. പക്ഷേ ഈ 8ന് നമുക്ക് 5 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? പറ്റില്ല. റിമൈൻഡർ 3 എന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ 5 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ 3 കിട്ടും. പക്ഷേ 10 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല. പറഞ്ഞാൽ മനസ്സിലായോ? അപ്പോൾ നമുക്ക് ഇത് എടുക്കാൻ പറ്റില്ല. പിന്നെ എന്ത് ചെയ്യും? പിന്നെ ഒരു മാർഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5നെ 10നെ ഫാക്ടറൈസ് ചെയ്യുക. 5 10 ഫാക്ടറൈസ് ചെയ്യുക. ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 5ൽ 5 ഇതാണ് ഒരു തവണ, 10ൽ 5 2 തവണ. അപ്പോൾ 1 2 5 ഇങ്ങനെ ഇവർ ഫാക്ടറൈസ് ആയിട്ട് വരുന്ന ആളുകളെയാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഓക്കെ. അതായത് 1 കൊണ്ട് ഹരിക്കാൻ പറ്റണം, 2 കൊണ്ട് ഹരിക്കാൻ പറ്റണം, 5 കൊണ്ടും ഹരിക്കാനായിട്ട് നമുക്ക് പറ്റണം. ക്ലിയർ ആണോ? ഓക്കെ. അപ്പോൾ ഇവിടെ റിമൈൻഡർ 3 ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ലാസ്റ്റ് എല്ലാത്തിൻ്റെ ആൻസറിൻ്റെ ഒപ്പം, സപ്പോസ് ദിസ് ഇസ് ആൻസറിൻ്റെ ഒപ്പം എന്താണ്? +3 വേണം. ക്ലിയർ ആണോ? ഓക്കെ. ആൻസറിൻ്റെ ഒപ്പം എന്തുണ്ടാവും? n ഉണ്ടാവും. സോ വി ക്യാൻ സേ ദാറ്റ് xn is equal to dn, സം കോമൺ ഡിഫറൻസ് n പ്ലസ് എന്താണ് 3. Okay,
then what is this d? ഈ കോമൺ ഡിഫറൻസ് എന്താണ് എന്നുള്ളത് നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, അപ്പോൾ നമുക്ക് കോമൺ ഡിഫറൻസ് ഇവിടെ ഏറ്റവും വലിയ സംഖ്യ 5 കൊണ്ടും 10 കൊണ്ടും ഹരിക്കാൻ പറ്റിയ സംഖ്യ ഏറ്റവും വലിയ സംഖ്യ ആരാണ്? 10 ആണ്. സോ കോമൺ ഡിഫറൻസ് നമുക്ക് 10 എന്ന് കൊടുക്കാം. 10n, കാരണം 10നെ നമുക്ക് 5 കൊണ്ടും കൂടി ഹരിക്കാം. 10n plus 3. സോ xn is equal to 10n plus 3. ഇനി നിങ്ങൾക്ക് ഇവിടെ 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് ഫസ്റ്റ് എലമെന്റ്? സപ്പോസ് n is equal to 1, the first element is equal to if n is equal to 1, the first element is 10 into 1 plus 3 13. Okay, if n is equal to 2, 10 into 2 20 plus 3 23. അപ്പോൾ നമുക്കറിയാം 10 വെച്ച് കൂടി പോകണം. അപ്പോൾ 33. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് 10 കുറച്ച് ആദ്യത്തെ ആളെ കിട്ടൂലേ? യെസ്, ദാറ്റ് ഈസ് 3. ക്ലിയർ ആണോ? അപ്പോൾ ഒന്നുകൂടി ഞാൻ പറയാം. നമുക്ക് 5 കൊണ്ടും 10 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നത് എന്ന് പറയുമ്പോൾ അതിന്റെ ജനറൽ ഫോം എന്തായാലും എന്താണ്? കോമൺ ഡിഫറൻസ് പ്ലസ് എന്താണ്? റിമൈൻഡർ ആണ് വരാം. ഓക്കെ, സോ ആ ഒരു പൊതുവ്യത്യാസം n പ്ലസ് റിമൈൻഡർ. അപ്പോൾ ഇവിടെ എന്തായാലും പ്ലസ് 3 വരും റിമൈൻഡർ എന്ന് പറയുന്നത്. ക്ലിയർ? സോ ദിസ് dn, d എന്ന് പറയുന്നത് നമ്മൾ 10 എന്ന് കൊടുത്തു. സോ 10n പ്ലസ് 3. എന്തുകൊണ്ടാണ് 10 എന്ന് കൊടുത്തത്? 10 ആണ് ഇവിടെ വലുത്. ഈ 5ഉം 10, 10ൽ 5 പോകും, പക്ഷെ 5ൽ 10 പോകില്ല. അപ്പോൾ 10 ആണ് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, look at the sequence 1 plus 5 plus 2 plus 2 plus 5, 3 plus 3 plus 5. ഇങ്ങനെ പോകുന്ന ഈ സീക്വൻസിൽ റൈറ്റ് ദ നെക്സ്റ്റ് 2 ടൈംസ്. അടുത്ത 2 പദങ്ങൾ നിങ്ങളോട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അടുത്ത 2 പദങ്ങൾ നിങ്ങൾ എഴുതും. ഇപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ 2 കഴിഞ്ഞാൽ 2 plus 5, 3 കഴിഞ്ഞാൽ 3 plus 5. അപ്പോൾ അടുത്തത് 4 കഴിഞ്ഞ് പ്ലസ് എന്താണ്? 4 plus 5. ക്ലിയർ? അപ്പോൾ ഒരെണ്ണമായി. ഇനി അടുത്തതോ 5 പ്ലസ് എന്താണ്? 5 plus 5. ഓക്കെ, ആ ഒരു പാറ്റേണിൽ അങ്ങോട്ട് എഴുതിപ്പോയാൽ മതി. ദെൻ റൈറ്റ്സ് ഇറ്റ്സ് ആൽജിബ്ര. ഇതിന്റെ ആൽജിബ്ര എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് നോക്കിയാൽ അറിയാം. ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിയർ ദ ഫസ്റ്റ് ടേം ഇസ് ഈക്വൽ ടു 1. ഹിയർ ദ ഫസ്റ്റ് ടേം ഇസ് 1. 1 ആണെങ്കിൽ ആ 1നോട് തന്നെ എന്താണ്? ഒരു 5 കൂട്ടുന്നത്. ഓക്കെ, അതുപോലെ 2 ആണെങ്കിൽ സെക്കൻഡ് ടൈം 2 ആണെങ്കിൽ ആ 2നോട് തന്നെ എന്താണ്? ഒരു 5 കൂട്ടണം. അപ്പോൾ n ആണെങ്കിലോ? n ആണെങ്കിൽ ആ n-നോട് തന്നെ എന്താണ്? ഒരു 5 നമ്മൾ എന്ത് ചെയ്യണം? കൂട്ടണം. n into n plus 5. ദിസ് ഈസ് ഈക്വൽ ടു എന്താണ്? xn. ക്ലിയർ? ഓക്കെ, യെസ്. ദെൻ വി മൂവ് ടു ദി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ ദിസ് വർക്ക്ഷീറ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 4. Write the terms of the sequence 5 into 1 plus 6, 10 into 2 plus 6, 15 into 3 plus 6, 20 into 4 plus 6, etc. In the form first term 5 into 1 plus 6, second term 5 into 2 plus 6. Write this algebra. ഇതിന്റെ ആൽജിബ്ര എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ? ഓക്കെ, അപ്പോൾ ഇവർ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് ടേമിനെ നമുക്ക് എങ്ങനെ എഴുതാൻ? ഇങ്ങനെ എഴുതാൻ. അതായത് ഫസ്റ്റ് ടേം ദാറ്റ് ഈസ് x1. x1നെ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാമെന്ന് 5 ഇൻറ്റു എന്താണ്? 1 plus 6. ഓക്കെ, ദെൻ സെക്കൻഡ് ടൈം എന്ന് പറഞ്ഞാൽ x2 നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? 5 ഇൻറ്റു എന്താണ്? 2 ഇൻറ്റു എന്താണ്? 2 plus 6. ക്ലിയർ? ആൻഡ് x3നെ എങ്ങനെ എഴുതണം? അപ്പോൾ ആലോചിച്ച് നോക്കി. x3 അപ്പം എന്തായിരിക്കും? 5 ഇൻറ്റു എന്താണ്? 3 ഇൻറ്റു എന്താണ്? 3 plus 6. ക്ലിയർ? അപ്പോൾ നിങ്ങൾക്കിവിടെ നിന്ന് മനസ്സിലാക്കിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 3 വന്നു. അപ്പോൾ മൂന്നാമത്തെ ടൈം വന്നപ്പോൾ ഇവിടെ 3 വന്നു, ഇവിടെയും 3 വന്നു. സോ ദാറ്റ്സ് therefore xn is equal to 5 into എന്താണ്? 3 xn. n3ക്ക് പകരം n കൊടുക്കുക. n into n plus 6. ഓക്കെ, ക്ലിയർ? So this is equal to xn is equal to 5n into n plus 6. This is the algebraic form. Okay, so worksheet 2 is completed. Thank you. Please visit worksheet 3 for other parts. നമ്മുടെ സ്പീഡ് കോഴ്സ് ഫിസിക്സ് കെമിസ്ട്രി നമ്മൾ ഈ വരുന്ന 16-ാം തീയതി ആരംഭിക്കുകയാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാനായിട്ട് sunny771988@gmail.com എന്ന് പറയുന്ന ഇമെയിലൂടെ കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് അയക്കുക അല്ലെങ്കിൽ കോൾ ചെയ്യുക. ഓക്കെ.